സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കഴക്കൂട്ടത്തുള്ള ഒരു റാമേൻ സ്പോട്ട് അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് റാമേൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ പോയത് ഞാനും എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ഒരു കഴക്കൂട്ടത്തുള്ള ഒരു സ്റ്റേഡിയത്തിൽ പോയി. അവിടെ ചേട്ടൻ്റെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവരെ പിക്ക് ചെയ്യാനും പിന്നെ കളിയൊക്കെ കണ്ട് കുറച്ചൊന്ന് ഇരുട്ടിയിട്ടൊക്കെ നമ്മൾ കഫേയിൽ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കളിയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തായിട്ട് തന്നെയൊക്കെ കുറച്ച് ഗെയിംസൊക്കെ അവർ വെക്കുന്നുണ്ട്. ലൈക്ക് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട്. ഞാനൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ട്രൈ ചെയ്തതാണ്. ആസ് ആൻ ഇൻട്രോവേർട്ട് ഞാൻ അതിലൊന്നും പങ്കെടുത്തില്ല. കാരണം കളിക്കണമെന്നുണ്ട്, പക്ഷേ എന്തോ എനിക്ക് വയ്യ. ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവർ കളിക്കുന്നത് കണ്ട് നോക്കിക്കൊണ്ടിരുന്ന്, അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഗെയിംസൊക്കെ കളിച്ചിട്ട്, നമ്മളല്ല ചേട്ടന്മാർ ഗെയിംസൊക്കെ കളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ കഫേയിലേക്ക് പോയി. നമ്മൾ പോയ കഫേയുടെ പേര് അപ്സ്റ്റേഴ്സ് കഫേ എന്നാണ്. ഈ റാമേൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഈ റാമേൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ഫേമസ് ഡിഷാണ്. അതായത് ഇത് കൊറിയയിലും ചൈനയിലും ഉണ്ടെങ്കിൽ പോലും ഇത് ജപ്പാനിലാണ് കൂടുതലും ഫേമസ്. ഒരു നൂഡിൽസ് ടൈപ്പ് ഡിഷാണ് ഈ ഒരു റാമേൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കഫേയിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈഡ് മോമോസ് ഓർഡർ ചെയ്തു. വിശപ്പുള്ളതുകൊണ്ട് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ലോണം കഴിച്ചു. അതിനുശേഷം നമ്മൾ റാമേൻ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത ഒരു സ്പൈസ് ടൈപ്പ് ഒരു റാമേൻ ആയിരുന്നു. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രിക്കേയും ചിക്കൻ റാമേൻ എന്നാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല സ്പൈസുള്ള റാമേനായിരുന്നു. വിശപ്പുള്ളതുകൊണ്ട് അറിയില്ല, ഞാൻ സ്പൈസൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ മീസോ ചിക്കൻ റാമേൻ എന്ന് പറയുന്ന റാമേനാണ് ഓർഡർ ചെയ്തത്. അതിൽ പെപ്പറിൻ്റെ സ്പൈസും എൻ്റെ ചില്ലിയുടെ സ്പൈസും ആയിരുന്നു. നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും ഒന്നിനൊന്നും മെച്ചം, കിടിലം വരുന്ന സാധനം. ഞാൻ നല്ലോണം കഴിച്ചു. ഒരു ഫുൾ ബൗൾ റാമൻ ഞാൻ ഫുള്ള് കഴിച്ചെന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ റാമൻ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നതെന്ന് വെച്ചാൽ ഞാനൊരു ആനിമെ കാണുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ റാമൻ എനിക്ക് കഴിക്കണമെന്ന് ത്വര വരും. അതുപോലെ തന്നെ എൻ്റെ 2 ചേട്ടന്മാർ ആനിമെ ഭ്രാന്തന്മാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റാമൻ കഴിക്കാനുള്ള ത്വര എനിക്ക് വരും. അതിനുശേഷം നമ്മൾ ചിക്കൻ പാസ്ത, പിന്നെ ബീഫ് സ്റ്റീക്ക് വിത്ത് സ്മാഷ് പൊട്ടാറ്റോ, പിന്നെ 2 ക്വാർട്ടർ അൽഫാം, ഇത്രയും കഴിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയില്ല, നല്ല കിടിലൻ ഫുഡായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2000 സംതിങ്ങിനുള്ള ബില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ജ്യൂസ് ബാറിൽ പോയി. അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി ഗൈസ്. ജ്യൂസും ഒന്നും പറയില്ല, ജ്യൂസ് കുടിച്ച് നമ്മളങ്ങ് ഇറങ്ങി. അപ്പോഴേക്കും തന്നെ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീട്ടിൽ പോകണ്ടേ. അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മളങ്ങനെ എന്തായാലും ഓണം വെക്കേഷൻ റാമേനിലൂടെ അടിച്ച് പൊളിച്ചു. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ടാറ്റാ.